ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഹമ്മൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഹമ്മൂസ് തയ്യാറാക്കുന്നതിന് മുമ്പ് അതിന് മെയിനായിട്ട് വേണ്ട തഹീനി പേസ്റ്റ് ഉണ്ട്. അതും നമുക്കെങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കാം. ഹമ്മൂസ് നമ്മൾ ചിക്കൻ കുപ്പൂസ് അതിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ് ഹമ്മൂസ്. അപ്പോൾ ഹമ്മൂസും തഹീനി പേസ്റ്റും വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തഹീനി പേസ്റ്റ് ഉണ്ടാക്കണം. തഹീനി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെള്ള എള്ളാണ്. വെള്ള എള്ള് ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം ഇതേപോലെ. അപ്പം ചൂടാക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറിപ്പോകില്ല, നല്ല ബ്രൗൺ കളറൊന്നും ആകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് നല്ലോണം ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ചെറിയൊരു കളറ് മാറുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി എടുക്കണം. ഇപ്പം എൻ്റെ ഈ ഒരു കളറൊക്കെ ജസ്റ്റ് മാറാൻ തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു നല്ല വൈറ്റൊന്ന് ചെറുങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറില്ല അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ വൈറ്റുകളിൽ നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇട്ടതിന് ശേഷം ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുമ്പം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒലീവ് ഓയിലില്ലേ, ഒലീവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഇവിടെ കിട്ടും. ഇതാണ് നമ്മളെ തഹീനി പേസ്റ്റ്. ഇനി നമുക്ക് ഹമ്മൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച വെള്ളക്കടല. അതൊന്ന് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം, ഉപ്പ് ഇട്ടിട്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1-2 വെളുത്തുള്ളിയും ഈ കടലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഹമ്മൂസിൻ്റെ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വേവിച്ച വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കടല വേവിച്ച വെള്ളം ഉണ്ടാവില്ല, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളിയില്ലാത്ത തൈര് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ടേക്ക് നമ്മൾ ഒലീവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ തഹീനി പേസ്റ്റില്ലേ അതിട്ട് കൊടുക്കണം. പിന്നെ ചെറുനാരങ്ങ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ. ഈ പറയുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹമ്മൂസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒപ്പരാണ് ഇട്ട് കൊടുക്കേണ്ടത്. മിക്സിൻ്റെ ജാറിൽ എല്ലാം കൂടി ഒപ്പരം ഇട്ട് കൊടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി അവസാനം നമ്മൾ തഹീനി പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുമല്ലോ. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെയും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ കിട്ടും, നല്ല ഫൈനായിട്ടും ഇതായി കിട്ടും. ഇങ്ങനെ നമ്മൾ ഹമ്മൂസിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തിക്കന്നെയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ആക്കിയിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് വെള്ളക്കടല മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് മുളക് പൊടി, നമ്മൾ ഹമ്മൂസൊക്കെ വാങ്ങുമ്പം ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഒലീവ് ഓയിൽ മുകളിൽ ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം മല്ലിയിലിട്ടു. അങ്ങനെ നമ്മൾ ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് ഹമ്മൂസ്. ഇനി ഇത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സ്റ്റോറും ചെയ്ത് വെക്കാം. ചിക്കൻ ചുട്ടത്, ബാർബിക്യൂ, അതേപോലെ കുപ്പൂസ്, ബ്രെഡ്, അതിനൊക്കെ നമുക്ക് ഈ ഹമ്മൂസ് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് നമ്മൾ സ്നാക്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ജാമ പോലെ പരട്ടിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഞാൻ ബാക്കിയുണ്ടായ ഹമ്മൂസ് ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുബൂസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.